അടുത്തുള്ള എന്നെ വിളിക്കും വിളിക്കും. ഓ 10th ലൈഫിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരാൾ വിളിക്കണം. അതൊരു ICSE സ്കൂളിന്റെ ഫുഡ് ഫെസ്റ്റ് ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ. അവിടുത്തെ പിള്ളേരുടെ സ്വീകരണം കണ്ടപ്പോഴാണ് ഞാൻ ആകെ ഞെട്ടിപ്പോയത്. ഇതെന്ത് ഇപ്പൊ നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ട് ഇവനൊക്കെ ആരുടെ ഇവനൊക്കെയാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കണേന്ന്. ഞാനും അത് തന്നെയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. Mr. Abhi Krishna, social media influencer, Faceflex Kerala, respected principal ma'am and all the dignitaries on the dais for the cake cutting ceremony. The guest here, Mr. Abhi Krishna, with the help of the courtesy goes to Mrs. Nishi Sugumaran for getting him here for the inauguration of our feast mood today. Then he is an influencer. I think so many of you have today I also watched his channel. ഇവരെന്നെ എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതാണ്. ഇവിടെ ഉള്ളവർക്ക് എന്നെ അറിയോ? ആർക്കെങ്കിലും ഒക്കെ അറിയോ? ഞാൻ ഫേമസ് ആണ്. അപ്പൊ എന്റെ ആദ്യത്തെ ഫംഗ്ഷനാണ്. അപ്പൊ അതില് ഫുഡ് ഫെസ്റ്റ് തന്നെ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിള്ളേരൊന്നും അധികം സംസാരിക്കാതെ ഒരു പഠിപ്പിസ്റ്റ് വൈബാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പിള്ളേര് ഭയങ്കര വൈബ്, നല്ല ഒച്ചപ്പാടും പിന്നെ നല്ല അനുസരണമുള്ള പിള്ളേരുമാണ്. കാരണം മിസ് പറയുമ്പോ അപ്പൊ കറക്റ്റായിട്ട് വന്നുകൊണ്ട് നല്ല ഒച്ചപ്പാടും ബഹളമുണ്ട്. നമുക്ക് പറ്റിയ വൈബാണ്. നിങ്ങൾ ഇതുപോലെ കുറെ വീഡിയോസ് കാണുമ്പോ അത് കണ്ടൊക്കെ പോയി കഴിക്കരുത്. എനിക്ക് അങ്ങനെ പറ്റാറില്ല. കണ്ടില്ലേ ഈ സംഭവം പരമാവധി വരുത്താതിരിക്കുക. ഇഷ്ടമുള്ള എല്ലാം കഴിക്കുക, ഇഷ്ടമുള്ള അത്രയും കഴിക്കരുത്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. യൂട്യൂബ് ചാനൽ ഞാൻ കുറെ വർഷം മുന്നേ തുടങ്ങിയതാണ്. ഈ ബൂം ബാങ് നേടില്ല എല്ലാരും അല്ലെങ്കിൽ കാണാ ബൂം ബാങ് ഞാനൊക്കെ ഒരുമിച്ച് ചാനൽ തുടങ്ങിയതാണ്. ഞാൻ ജസ്റ്റ് ഒരു 2 വീഡിയോ ഇട്ടിട്ട് നിർത്തി. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങാനുള്ള കാരണം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് വീഡിയോസ് ഒക്കെ കാണുമ്പോ കൂടുതലും പെയ്ഡ് വീഡിയോസ് ആണ് കാണാറ്. എല്ലാവരും എല്ലാം കഴിച്ചിട്ട് വായൽ വെക്കണതിന് മുമ്പേ നല്ലതാണെന്ന് പറയണ ഒരു ഇതാണ് കണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് നമ്മൾ ജെന്യുവൻ ആയിട്ട് റിവ്യൂ പറയാം. ഇഷ്ടപ്പെട്ട് ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഫോർമാറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഫുഡ് പണ്ട് മുതലേ തന്നെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പുറത്തു ആ ഫുഡ് കഴിക്കാം. എന്തായാലും ഇഷ്ടംപോലെ കാശ് ഫുഡിന് വേണ്ടി കളയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വീഡിയോ ഇടുമ്പോ ചെറിയ രീതിയിൽ നമുക്ക് ഇൻകം കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഈ ജേണി തുടങ്ങിയത്. 9 കൊടുക്കാം. എന്റെ ലൈഫിലെ ഏറ്റവും നല്ല ക്രിസ്മസ് സെലിബ്രേഷൻ ഇതായിരുന്നു. അത് വലിയൊരു ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു. സ്കൂൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് അവിടെ നടത്തുന്നത്. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എല്ലാവരും നല്ല എഫേർട്ട് ഇട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. പല വെറൈറ്റി ഫുഡുകൾ നല്ല ഹൈജീനിക് ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലം എന്നെ തന്നെ വിളിക്കട്ടെ ഈ പരിപാടിക്ക്. ഉള്ളില് മറ്റേ വെച്ചിട്ടല്ലോ ചെയ്തിരിക്കുന്നത്. അരിയാണ് കഴിച്ചു നോക്കൂ. കൊള്ളാം. സമ്മതി കൊള്ളാം. ആന്ധ്ര യൂട്യൂബ് എന്റെ കുറച്ച് കുട്ടികൾ എനിക്ക് കൈ തന്ന് കുറച്ചുപേര് എന്റെ ഒപ്പം സെൽഫി എടുത്ത് ഞാൻ ആരായിട്ടാ. ഞാൻ എന്റെ 9 വർഷത്തെ സ്കൂൾ പരിചയത്തിനിടയിൽ ഇത്രയും നല്ലൊരു അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല. ഇതുപോലൊരു ഫംഗ്ഷന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളോടും ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പാളിനോടും എല്ലാരോടും എന്റെ നന്ദി. ഇവനാണ് എന്നോടാ ചോദിച്ചു ഈ നിലയിലേക്ക് എത്തി. നിന്റെ പേരെന്താണ്? കാർത്തിക്. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ഒരു 6 all the parents had contributed really in good way. Like they all had a great hard work. ട്രാൻസ്ലേഷൻ ഇതിനെപ്പറ്റി ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു എനിക്ക്. പാരന്റ്സ് എല്ലാവരും ഉണ്ടായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തത്. എല്ലാവരും ഒരേപോലെ എഫേർട്ട് ഇട്ടു. പാരന്റ്സും സ്റ്റുഡൻസും എല്ലാവരും എല്ലാ കൗണ്ടറിലും നിന്ന് എന്താ പറയുക ഫുഡ് വിതരണം ചെയ്ത് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. പലതരം ക്യൂസിൻസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. അടുത്തുള്ള എന്നെ വിളിക്കും. ഞങ്ങളുണ്ടാവില്ല. ഓ 10th ആണല്ലേ.